തോരൻ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് പച്ച തക്കാളി എടുത്തിട്ടുണ്ട്. പിഞ്ച് തക്കാളിയാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ കടയിലൊക്കെ നമുക്ക് ചിലപ്പോൾ അത് വാങ്ങാൻ കിട്ടും. ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതുപോലെ പിഞ്ച് തക്കാളി വേണം തോരൻ ഉണ്ടാക്കാനായിട്ട് എടുക്കാൻ. അത് ഇതുപോലെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നീളത്തിൽ കനം കുറച്ച് വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. അങ്ങനെ നീളത്തിലോ നമ്മുടെ ഇഷ്ടത്തിന് അരിഞ്ഞെടുക്കാം. തീരെ അങ്ങോട്ട് കുനുകുനാന്ന് അരിയണ്ട. ഒന്ന് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുകയായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു 5 പച്ചമുളകും കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി, ഇഞ്ചി, ജീരകം ഇതൊക്കെ എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. സവോള ചേർക്കാതിരിക്കുകയാണ് നല്ലത്. ചുവന്നുള്ളി, ചെറിയ ഉള്ളി ചേർക്കുകയാണ് നല്ലത്. ഇനി ഈ ഉള്ളിയും പച്ചമുളകും നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഈ രീതിയിൽ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. ഉള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യം തേങ്ങയാണ്. 2 പിടി തേങ്ങ ഇതുപോലെ ചിരകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കുന്നതിനായിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങി കഴിയുമ്പം നമുക്ക് അതിൻ്റെ അകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഉള്ളിയും പച്ചമുളകും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയും പച്ചമുളകും ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. തോരനിൽ മഞ്ഞൾപ്പൊടി ചേർക്കണമെന്നുള്ളവർക്ക് ഈ സമയത്ത് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കാം. ഞാനിതിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. ഉള്ളിയെല്ലാം ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കേണ്ട, കാരണം തക്കാളിയിൽ കുറച്ച് നീര് ഇറങ്ങി വരും. അതുകൊണ്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 2-3 പ്രാവശ്യം നമ്മളൊന്ന് മൂടി തുറന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇതിൻ്റെ അകത്തുനിന്ന് ധാരാളം വെള്ളം ഇറങ്ങി വരും. നമ്മൾ ആ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ ഈ തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 പ്രാവശ്യം മൂടി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. അപ്പോൾ തക്കാളി ഒരുവിധം ഒരു 1/4 വേവ് ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് ചെരുകി വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഒന്നും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം വീണ്ടും ഒരു പ്രാവശ്യം ഒന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഒരു ആവി കയറ്റാം. അപ്പോഴത്തേക്കും ഈ തേങ്ങയും തക്കാളിയും എല്ലാം പാകത്തിന് വെന്ത് വരും. അല്പം ഉപ്പ് കുറവുണ്ട്, ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ കണ്ടോ, ഇതിൻ്റെ അകത്തെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെക്കേണ്ട, തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ തക്കാളി തോരൻ റെഡി ആയി കഴിഞ്ഞു. പച്ച തക്കാളി കൊണ്ടുള്ള തോരൻ. തക്കാളി കിട്ടുകയാണെങ്കിൽ, പച്ചത്തക്കാളി കിട്ടുകയാണെങ്കിൽ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.